ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എത്തകൻ നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ആറ്റിങ്ങിൽ ഓണം റിലേറ്റഡ് ഒരു ഷോപ്പിംഗ് ആയിരുന്നു. ഓണം സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. ബട്ട് അത്ര ഓഫേഴ്സ് ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. അതിനുശേഷം വേറൊരു ദിവസം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ലുലുവിലേക്ക് പോയി കേട്ടോ. ഓണത്തിന് തന്നെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ് പോയത്. ബട്ട് ഓണത്തിരക്ക് കാരണം ഈ ഷോപ്പിംഗ് വ്ലോഗ് കുറച്ചധികം ഒന്ന് ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ലുലു റീച്ചായി. ഓൾമോസ്റ്റ് ഷോപ്പിങ്ങിന് നമ്മൾ ലുലുവിൽ തന്നെയാണ് പറഞ്ഞത് അല്ലേ. ബട്ട് വേറൊരു ഷോപ്പിംഗ് വ്ലോഗ് ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് ലുലു വ്ലോഗ് മാത്രമല്ല കേട്ടോ, രാമചന്ദ്രനിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ ഇതിലോട്ട് ഷെയർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നൈവൂന്ന് ജോസ്കോന്ന് ഒരു കൊലുസ് പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ പോയത്. ഫസ്റ്റ് മൈൻഡിൽ കൊലുസ് മേടിക്കണം എന്ന് കരുതി പോയതല്ല. 2 തളയുണ്ടായിരുന്നു. 2 തളയും ആൾ ഒടിച്ചു. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ കട്ടിയുള്ള തള നോക്കിയാലോ എന്ന് കരുതി തന്നെ പോയത്. പക്ഷേ തള മേടിച്ച ഇനിയും ആൾ ഒടിക്കും എന്നുള്ളതുകൊണ്ടാണ് കൊലുസ് മേടിച്ചത്. പക്ഷേ ബോയ് ബേബി ആയതുകൊണ്ട് തന്നെ കൊലുസ് ഇട്ട് കൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തള പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു കൊലുസ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടമായി. സോ അതെടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടി ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്കും അവിടെ ഉള്ളൊരു ജോസ്കോടെ തന്നെ ഒരു ബലൂണും കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പം അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാട്ടോ കൊലുസ്. നമുക്ക് നല്ല ഇഷ്ടമായിരുന്നു. തള പോലെയൊക്കെ തന്നെ, ഏകദേശം തള പോലെയൊക്കെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആളുടെ കാലിനും അത് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കൊലുസ് പർച്ചേസ് ചെയ്തത്. അവർ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ലുലു മാളിലെ ഫസ്റ്റ് പർച്ചേസ് ഇതായിരുന്നു. പിന്നെ ആൾക്ക് 1 വയസ്സാവാറായി കേട്ടോ. നെക്സ്റ്റ് മന്ത് ആൾക്ക് 1 വയസ്സാവാണ്. സോ 1 വയസ്സാവാൻ പോകുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഐറ്റവും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ജോസ്കോയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഷോപ്പിൽ നോക്കി കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക് കയറിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലുലുവിൽ ഉള്ള ജ്വല്ലറി ഷോപ്പിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഐറ്റം കിട്ടാത്തതുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി പർച്ചേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ഞാനത് വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് പോകുന്നത് ബേബി റിലേറ്റഡ് സെക്ഷനിലായിരിക്കും കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയത്തില്ല, നമ്മൾ ഗ്രാജുവലി അങ്ങോട്ടായിരിക്കും പോകുന്നത്. അതിന് ശേഷമേ നമ്മൾ നമ്മുടെ കാര്യത്തിനായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആഫ്റ്റർ ബേബി വന്നിട്ടുള്ള ചേഞ്ചസ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ചേഞ്ച് ഇതാണ് കേട്ടോ. നമ്മുടെ പ്രയോറിറ്റീസ് മാറും. നൗഡേയ്സ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ബേബി തന്നെയാണ് കേട്ടോ. പിന്നെ അറിയാലോ, നമുക്ക് എപ്പോഴും ഡ്രസ്സസ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഗേൾസിൻ്റെ ഡ്രസ്സായിരിക്കും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത്. കുറച്ച് നേരം ഞാൻ അതൊക്കെ നോക്കി നിന്നു. പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് എനിക്കൊരു ബോയ് ബേബി ആണെന്നുള്ളത്. നിങ്ങൾ ഗേൾ ബേബീസിൻ്റെ എന്തെങ്കിലും ഒക്കേഷനിൽ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ ഫാഷൻ സ്റ്റോറിൽ നോക്കുക കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. അതിനുശേഷം നൈവൂന് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഓണമായതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്ന കുറച്ച് കളക്ഷൻസാണ് കേട്ടോ ഇത്. പിന്നെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു കേട്ടോ. സീസണൽ ടൈം ആയതുകൊണ്ട് തന്നെ ലുലുവിൽ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പിന്നെ ഓണം റിലേറ്റഡ് ഡെക്കോറൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കുള്ള ഓണം ഷോപ്പിങ്ങിനായിട്ട് പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. നമുക്കുള്ള ഓണം ഷോപ്പിങ്ങിനായിട്ട് ലുലുവിൽ തന്നെ ഒരു 2-3 ഷോപ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കുറച്ച് ഡ്രസ്സസ് ഫൈനലൈസ് ചെയ്തത്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ലുലു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓണം ഓഫർ എന്നൊരു കാര്യം എനിക്ക് ഒരിടത്തും ഉണ്ടായിരുന്നു എന്ന് തോന്നിയില്ല കേട്ടോ ഇപ്രാവശ്യം. നമുക്ക് നോർമലി ഓണം ടൈം, ക്രിസ്മസ് ടൈമൊക്കെ സീസണൽ ഓഫേഴ്സൊക്കെ വരുമല്ലോ. അപ്പം അതുപോലെ വലിയൊരു ഓഫേഴ്സൊന്നും ഒരിടത്തും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഈ സീസണിൽ.
ബിക്കോസ് ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോയത് ആറ്റിങ്ങലായിരുന്നു. ആറ്റിങ്ങലിൽ 2-3 ഷോപ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ഓണം റിലേറ്റഡ് ഓഫേഴ്സൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. അതുപോലെ തന്നെ ലുലുവിലും ഓഫേഴ്സൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഈവൻ ദോ നേരത്തെക്കാട്ടിലും കുറച്ചും കൂടി എമൗണ്ട് കൂടുതലാണെന്നേ തോന്നിയുള്ളൂ സീസൺ ആയപ്പോൾ. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ലുലുവിൽ ഇതിൽ നിന്നും റേറ്റ് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് മിക്ക നമ്മൾ എടുത്തിട്ടുള്ള ഡ്രസ്സും. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ അറിയില്ല, സീസൺ ആയതുകൊണ്ട് ഇപ്പം റേറ്റ് കൂടുതലാണോ എന്നറിയത്തില്ല. നോർമലി സീസൺ ആകുമ്പോഴാണ് ഓഫേഴ്സ് ഇടാറ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇല്ലായിരുന്നു. വേറെ ഷോപ്സിൽ ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. നമ്മൾ ലുലുവിലാണ് പോയത്, അപ്പോൾ അവിടുത്തെ കാര്യമാണ് അറിയാമെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആറ്റിങ്ങിലും എനിക്കങ്ങനെ ഓഫേഴ്സ് തോന്നിയില്ല. ആദ്യം വെസ്റ്റ് സൈഡിലാണ് കയറിയത്, അതിനുശേഷം പാന്തലൂൺസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെസ്റ്റ് സൈഡിൽ നല്ല കളക്ഷൻസാണ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മാക്സിലോട്ട് പോയായിരുന്നു. മാക്സിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പാന്തലൂൺസ് വെസ്റ്റ് സൈഡ് മാക്സിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാനത് ഇടാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഷർട്ട്സാണ്, നല്ല നല്ല ഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. വെസ്റ്റേൺ മോഡേൺ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വെസ്റ്റ് സൈഡ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് അഫോർഡബിൾ ഡ്രസ്സ് നോക്കണമെങ്കിൽ മാക്സും ബെറ്റർ ഓപ്ഷനാണ്. ലുലുവിൽ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അഫോർഡബിൾ ഡ്രസ്സിൻ്റെ നല്ല കളക്ഷൻസ് കിട്ടുന്ന വേറൊരു ഷോപ്പാണ് സ്റ്റുഡിയോ കേട്ടോ. അപ്പോൾ ഈ 3 ഷോപ്സും നിങ്ങൾ ലുലുവിൽ വരാണെങ്കിൽ ഉറപ്പായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഡ്രസ് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്ന് ഫഞ്ചൂറൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നത് ഒരു സ്റ്റൗവും മിക്സിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റൗവും മിക്സിയും നോക്കാനായിട്ട് നമ്മൾ ലുലു കണക്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നമുക്കിങ്ങനെ ആഡ്സ് വരാറുണ്ടല്ലോ ഓണം ആയതുകൊണ്ട് നല്ല ഓഫേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു ഐറ്റംസിനും ഓണം റിലേറ്റഡ് ഓഫേഴ്സൊന്നും നമുക്ക് പർച്ചേസ് ചെയ്തപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ മാത്രമല്ല, നന്ദിലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും നോർമലി ഉള്ള സ്റ്റൗവിൻ്റെ മിക്സിയുടെയൊക്കെ റേറ്റ് എന്താണോ അത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ലുലു കണക്റ്റിലും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റൗവും മിക്സിയൊക്കെ പർച്ചേസ് ചെയ്ത് ഓൾമോസ്റ്റ് ഡ്രസ്സ് എല്ലാവർക്കും ഒക്കെ എടുത്ത് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മമാർക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം അത് പർച്ചേസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഓണം വൈബ് ആയതുകൊണ്ട് തന്നെ ആ റിലേറ്റഡ് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതാ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്സ് ഓഫ് ഡ്രസ്സൊന്നും ലുലുവിൽ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്കും പിന്നെ വേറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് പേർക്കും കൂടെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടും പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ ഹൈപ്പറിൽ നിന്ന് കുറച്ച് ഐറ്റംസ്, ഫുഡ് ഐറ്റംസും വെജിറ്റബിൾസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ രാമചന്ദ്രനിൽ വന്നതാണ്. അപ്പം ആസ് യൂഷ്വൽ ആദ്യം വന്നത് കിഡ്സ് സെക്ഷനായിരുന്നു. അപ്പോൾ കിഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിഡ്സിൻ്റെ ആയാലും നമ്മുടെ ഡ്രസ്സായാലും ലുലുവിനെക്കാട്ടിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ലവ് യു ഓൾ.